السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇരു ലോകത്തും അവന്റെ ഇസ്സത്ത് കൊണ്ടും സലാമത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. തഖ്വയോടുകൂടി ജീവിച്ച് പൂർണ്ണ ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അവസാനം അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി മറ്റ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോടുകൂടി പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിക്കുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, മങ്കൂസ് മൗലിദിന്റെ അർത്ഥവും വിവരണവും മൗലിദിലെ ഓരോ വരികളും വായിച്ച് അതിന് അർത്ഥം പറയുകയും ചരിത്രപരമായ അതിന്റെ രേഖകളും അതിൽ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമാണ്, പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കുവാൻ സാധിക്കുന്ന കാര്യമാകുന്നു എന്ന് വിവരിക്കലാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗലിദിന്റെ ആരംഭം മുതൽക്ക് ഓരോ വരികളും നാം വിശദീകരിച്ചു. ഇനി നമുക്ക് വിവരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മൗലിദിൽ പറയുന്നു, വറുവിയ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം യുസബ്ബിഹുല്ലാഹ ദാലിക النൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക النൂർ ഫീ തീനതിഹി فأخبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على سفاح قط. മങ്കൂസ് മൗലിദിൽ വിമർശിക്കപ്പെടുന്ന പല ഭാഗങ്ങളുമുണ്ട്. കൂട്ടത്തിൽ വളരെയധികം വിമർശിക്കപ്പെടുന്ന ഒരു പരാമർശമാണ് നാം ഇപ്പോ വായിച്ചു കേട്ടത്. എന്താണ് ഇതിൽ പറയുന്ന കാര്യമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വറുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നഹു ഖാല, തീർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കുൻതു നൂറൻ, ഞാൻ പ്രകാശമായിരുന്നു, ബൈന യദയില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പ്രകാശമായിരുന്നു. ഖബല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പ്രകാശമായിരുന്നു. ബി അൽഫൈ ആമിൻ, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശമായിരുന്നു. എന്നിട്ടോ യുസബ്ബിഹുല്ലാഹ, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ദാലിക നൂറു, ഞാനാകുന്ന പ്രകാശം. വതുസബ്ബിഹുൽ മലായികത്തു, മലക്കുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ബി തസ്ബീഹിഹി, എന്റെ സ്വലാത്തിൻ, എന്റെ തസ്ബീഹിന് തുടർന്നുകൊണ്ട്, എന്റെ തസ്ബീഹിനെ അനുകരിച്ചുകൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഫലമ്മ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ അൽഖാ ദാലിക നൂറ, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ച ആ നൂറിനെ അല്ലാഹു ഇട്ടു. ഫീ തീനതിഹി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരത്തിൽ, ആ മണ്ണിൽ ഇട്ടു. അങ്ങനെ ഫഅഖ്ബതനി അല്ലാഹു ഫീ സുൽബി ആദമ ഇലൽ അർള്, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് അല്ലാഹു തആല എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. വജഅലനി, അല്ലാഹു തആല എന്നെ ആക്കി, ഫിസ് സഫീനതി, കപ്പലിലാക്കി, ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് അല്ലാഹു തആല എന്നെ കപ്പലിലാക്കി. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് അല്ലാഹു എന്നെ ആക്കി. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ ഇടപെട്ട സന്ദർഭത്തിൽ. അങ്ങനെ വലം യസൽ യൻഖുലിനി റബ്ബി, എന്നെ എന്റെ റബ്ബ് നീക്കിക്കൊണ്ടേയിരുന്നു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, ഉത്തമന്മാരാകുന്ന
ആളുകളുടെ മുതുകിൽ നിന്ന് ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, പരിശുദ്ധകളാകുന്ന മാതാക്കളുടെ ഗർഭാശയങ്ങളിലേക്ക് അള്ളാഹു എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, എന്റെ ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയുമായിക്കൊണ്ട് അള്ളാഹു എന്നെ ഭൂമിയിലേക്ക് പുറപ്പെടുവിച്ചു. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ ഉമ്മയും ഉപ്പയും ഒരിക്കലും സിഫാഹിന്റെ മേൽ അഥവാ വ്യഭിചാരത്തിന്റെ മേൽ ഒത്തുകൂടിയവർ ആയിരുന്നില്ല. ഈ പരാമർശം, മൗലിദിലുള്ള ഈ വിവരണം വഹാബികളാൽ, മൗലിദ് വിരോധികളാൽ വളരെയധികം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ചരിത്രപരമായ വസ്തുതയും രേഖകളുമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. വറുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല. ഈ പറഞ്ഞ ഹദീസിന്റെ ഉള്ളടക്കം എന്താണ്? പല വിഷയങ്ങളും ഈ ഹദീസിൽ പറയപ്പെടുന്നുണ്ട്. ഒന്ന്, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ, സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചു. അങ്ങനെ നൂറായിക്കൊണ്ട് അള്ളാഹു എന്നെ സൃഷ്ടിക്കുകയും ആ നൂറ് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തു. എന്റെ നൂറിന്റെ തസ്ബീഹിനെ അനുകരിച്ചുകൊണ്ട്, അതിനെ പിൻപറ്റിക്കൊണ്ട് മലക്കുകളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ അള്ളാഹു എന്റെ നൂറിനെ നിക്ഷേപിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിലൂടെ ഇങ്ങനെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ, തൂഫാനിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും കപ്പലിൽ കയറി ചരിത്രം പ്രസിദ്ധമാണല്ലോ. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു, എന്റെ നൂറുണ്ടായിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട പ്രവാചകന് നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സന്ദർഭത്തിൽ അന്ന് ആ പ്രവാചകന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ടും എന്റെ നൂറുണ്ടായിരുന്നു. അങ്ങനെ വലം യസൽ യങ്കുലിനി റബ്ബി മിനൽ അസ്രാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, പരിശുദ്ധകളാകുന്ന മാതാക്കളും പരിശുദ്ധവാന്മാരാകുന്ന പിതാക്കളും ഇങ്ങനെ അവർ വഴിയായിക്കൊണ്ട് ഞാനിങ്ങനെ കടന്നു വന്നു. ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, അങ്ങനെ എന്റെ ഉപ്പയാകുന്ന, എന്റെ ഉമ്മയാകുന്ന ആമിന, അബ്ദുള്ള എന്നിവരിലേക്ക് എന്റെ നൂറെത്തി. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ ഉമ്മയോ ഉപ്പയോ ഇവരാരും തന്നെ സിഫാഹിന്റെ മേൽ കണ്ടുമുട്ടിയവരായിരുന്നില്ല. ഒരു അവിഹിത ബന്ധം ഇവർക്കിടയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ, അവിടുത്തെ നൂറിനെ കുറിച്ചും അവിടുത്തെ സൃഷ്ടിപ്പിനെ കുറിച്ചും, ആ നൂറ് ബഹുമാനപ്പെട്ട പ്രവാചകരുടെ മാതാപിതാക്കളിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഇതിനെക്കുറിച്ചുമാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലിദ് വിരോധികൾ ഈ സംഭവത്തെ നിശിതമായി വിമർശിക്കാറുണ്ട്. ഇതിൽ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാകുന്നു എന്നാണ് സാധാരണ വഹാബികൾ പറയാറുള്ളത്. ഇതിൽ പറയപ്പെട്ട ഓരോ വിഷയങ്ങളെക്കുറിച്ചും പ്രിയമുള്ള ശ്രോതാക്കളെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായിക്കൊണ്ട് ഇത് തീർത്തും ഇതിൽ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും സത്യസന്ധമാകുന്നു എന്നും ഈ ഹദീസ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാകുന്നു എന്നും മഹാന്മാരാകുന്ന ചരിത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധ സീറയുടെ ഗ്രന്ഥമാകുന്ന ഷിഫാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഇതേ വരികൾ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഷിഫയിലും കാണാം. ഇതേ വരികൾ, ഒരൽപ്പം പോലും വ്യത്യാസമില്ലാതെ ഇതേ വരികൾ തന്നെ കാണാം. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചപ്പോൾ ഇത് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഇത് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു മാറ്റവുമില്ലാതെ അവിടുത്തെ അശ്ശിഫ ബി ഹുഖൂഖിൽ മുസ്തഫ എന്ന കിതാബിൽ പറയുന്നു. അതിപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. അൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് റൂഹുഹു നൂറൻ ബൈന യദയില്ലാഹി തആല ഖബ്ല അൻ യഖ്ലുക ആദമ ബി അൽഫി ആം. ഞാൻ DC അത് ഞാൻ അറിഞ്ഞിട്ടില്ല.
കുറെ മുമ്പ് DC ആയിരുന്നോ? എവിടെ വെച്ചാണ് കട്ടായി പോയതെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് 2 മിനിറ്റ് 2 സെക്കൻഡ്. മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഇതേ വാക്കുകൾ, ഇതേ സംഭവം, ആശയത്തിന് ഒരു മാറ്റവുമില്ലാതെ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അശ്ശിഫ ബി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇനി ഇതിൽ പറയപ്പെട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും അപ്പൊ റുവിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി മുഹദ്ദിസ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ സംഭവം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് എന്നിവർ അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. ഇതിൽ പറയുന്നതോ അന്നഹു കാല, മൗലിദിൽ പറയുന്നത് അന്നഹു കാല കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു നൂറായിരുന്നു. ഖബല അൻ യഖ്ലുക ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ്. മൗലിദിന്റെ ആദ്യ ഭാഗം വിശദീകരിച്ചപ്പോൾ അല്ലാഹു തആല ഏറ്റവും ആദ്യമായിക്കൊണ്ട് സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ പ്രഥമ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖ് ഉദ്ധരിച്ചുകൊണ്ട് നാം വിശദീകരിച്ചിരുന്നു. ആ നൂറിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല അൻ യഖ്ലുക ആദം ബി അൽഫി ആം, 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ സീറയുടെ ചില കിതാബുകൾ പരിശോധിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇവിടെയുള്ളത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്. മറ്റു ചില കിതാബുകളിൽ അനവധി വർഷങ്ങൾക്ക് മുമ്പ് എന്നും കാണാം. ഇതിനെക്കുറിച്ച് നമ്മുടെ ഉലമാക്കൾ പറയുന്നത് 2000 വർഷം എന്ന് പറഞ്ഞതും 4000 വർഷം എന്ന് പറഞ്ഞതും അനവധി വർഷങ്ങൾ എന്ന് പറഞ്ഞതും തത്വത്തിൽ എല്ലാം ശരിയാകുന്നു. കാരണം ഇതുകൊണ്ടെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഹിസാബിന്റെ ദിവസത്തിന്റെ ദൈർഘ്യം വിശദീകരിക്കുന്ന പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന്റെ ഭയാനകതയും അതിന്റെ ദൈർഘ്യവും വിശദീകരിച്ചുകൊണ്ട് ഇത്ര വർഷം നീണ്ടു നിൽക്കുന്ന എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ പല കണക്കുകളാണ് അവിടെ എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചെല്ലാം മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇതുകൊണ്ടെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് അനവധി വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി ആയുസ് സംബന്ധമായിക്കൊണ്ട് നടത്തിയ ഒരു ചർച്ച നമ്മുടെ ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അല്ലാഹു തആല നിങ്ങളെ പടച്ച് എത്ര വർഷമായിട്ടുണ്ട്? ഒരു വിശാലമായ സംഭവമാണത്. ഞാനത് അല്പം സൂചനകൾ മാത്രമേ അതിന് നൽകുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല എത്ര വർഷമായി എന്നെ പടച്ചിട്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു ചില സൃഷ്ടികളെ കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഒരു നക്ഷത്രം ഞാൻ കണ്ടിരുന്നു. ഒരു നക്ഷത്രം, നല്ല തിളക്കമുള്ള നക്ഷത്രം ഞാൻ കണ്ടിരുന്നു. ആ നക്ഷത്രത്തെ ഇത്ര വർഷമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ ഒരു വിശാലമായ ഒരു സുദീർഘമായ സംഭവമാണിത്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ തിളക്കമുള്ള നക്ഷത്രം എന്ന് പറഞ്ഞത് എന്റെ നൂറായിരുന്നു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. ഇത് ചരിത്രത്തിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മൗലിദിന്റെ ഈ ഭാഗത്ത് നാം ഈ വായിച്ച ഈ സ്ഥലത്ത് അത് വിശദീകരിക്കേണ്ടതില്ല. വിശദീകരിക്കൽ ആവശ്യമായ മറ്റു സ്ഥലങ്ങൾ നമ്മുടെ മങ്കൂസ് മൗലിദിൽ തന്നെ വരുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ആ ചരിത്രം, ആ സംഭവം വിവരിക്കാം. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പടച്ചു. എന്നിട്ട് യുസബ്ബിഹുക നൂറു, ആ നൂറ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി, ആ നൂറിന്റെ തസ്ബീഹിന് അനുകരിച്ചുകൊണ്ട് മലക്കുകളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ഇതും ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. യുസബ്ബിഹു ദാലിക നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി എന്നാണ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അങ്ങനെ മൗലിദിൽ പറയുന്നു, ഫലമാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ അൽഖാ ദാലിക നൂറ ഫീ തിനതിഹി, ആദം അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ, ആ ഭൗതിക ശരീരത്തിൽ അല്ലാഹു തആല ഈ നൂറിനെ നിക്ഷേപിച്ചു. നാം മൗലിദിന്റെ കഴിഞ്ഞ ഭാഗങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അല്ലാഹു
അലൈഹി ഇസ്ലാമിന്റെ ഭൗതിക ശരീരത്തിൽ ഈ നൂറിനെ സൃഷ്ടിച്ചപ്പോൾ, ഈ നൂറിനെ നിക്ഷേപിച്ചപ്പോൾ ആദം അലൈഹി ഇസ്ലാമിന്റെ മുതുകിലായിരുന്നു ആ നൂറിനെ നിക്ഷേപിച്ചത്. ഈ നൂറിന്റെ, ഈ പ്രകാശത്തിന്റെ തിളക്കം, അതിന്റെ ആ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി മലക്കുകളെല്ലാം ആദം അലൈഹി ഇസ്ലാമിന്റെ പിൻഭാഗത്ത് സഫു സഫായിക്കൊണ്ട് നിൽക്കുന്നത് ആദം അലൈഹി ഇസ്ലാം കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയും നൂറ് കാണാൻ വേണ്ടിയാണെന്ന് മറുപടി പറയുകയും ചെയ്തപ്പോ എനിക്ക് കൂടി കാണാൻ കഴിയുന്ന ഒരു ഭാഗത്തേക്ക് ആ നൂറിനെ അള്ളാഹുവെ നീ നിക്ഷേപിക്കണം എന്ന് ആദം അലൈഹി ഇസ്ലാം പറയുകയും അതടിസ്ഥാനത്തിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ മുൻഭാഗത്തും കയ്യിന്റെ വിരലിലുമായിക്കൊണ്ട് പല 2 ഘട്ടങ്ങളിലായിക്കൊണ്ട് നൂറിനെ നിക്ഷേപിച്ചെന്നുമെല്ലാം മുമ്പ് നാം വിശദീകരിച്ചിരുന്നു. ആ നൂറിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അല്ലാഹു തആല വജഅലനി ഫി സഫീനതി ഫി സുൽബി നൂഹ് അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൽ നിന്നും അവരുടെ മക്കൾ വഴിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൽ ഈ നൂറെത്തി. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ എന്റെ നൂറ് അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു. ചില കിതാബുകളിൽ കാണാം, ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും കൂടെയുള്ള മുഅ്മിനീങ്ങളും രക്ഷപ്പെടാനുണ്ടായ സിറുകളിൽപ്പെട്ട ഒരു സിറ്, രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം അവിടുത്തെ നൂറ് വഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയത് എന്ന് കാണാം. മാത്രമല്ല മുമ്പ് നാം വിശദീകരിച്ചിരുന്നു, അല്ലാഹു തആല മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതിന്റെ താല്പര്യം, അതിന്റെ രഹസ്യം ഈ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ട് എന്നുള്ളതായിരുന്നു. വകാന സിർറു സുജൂദി ആദമ അലൈഹിസ്സലാം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു സിർറ സുജൂദി ആദമ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്യാനുണ്ടായ രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതായിരുന്നാലും വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, എന്നെ നാറിലേക്ക്, തീയിലേക്ക് ഇടപ്പെട്ട സമയത്ത് എന്റെ നൂറ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. അങ്ങനെ വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി താഹിറ, പരിശുദ്ധകളാകുന്ന മാതാക്കളിലൂടെയും ഉത്തമന്മാരാകുന്ന പിതാക്കളിലൂടെയും അല്ലാഹു തആല എന്നെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെ എന്റെ മാതാപിതാക്കളിലേക്ക് എത്തുന്നത് വരെ. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ ഉമ്മയും ഉപ്പയും അവിഹിതമായി ഉള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശ പരമ്പരയുടെ വിശുദ്ധിയെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്, മൗലിദിൽ പറയുന്നത്. നബി തങ്ങളുടെ വംശ പരമ്പരയുടെ മാതാക്കളുടെയും പിതാക്കളുടെയും പരിശുദ്ധിയെക്കുറിച്ച്, അവർ വ്യഭിചാരം പോലെയുള്ള മോശമായ, സമൂഹത്തിൽ മോശമായി കണക്കാക്കപ്പെടുന്ന വിഷയങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും, ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും, ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും എല്ലാം തന്നെ ഈ കാര്യം കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് അവിടുത്തെ ഉപ്പയാകുന്ന അബ്ദുള്ള എന്നവർ വരെ, അതുപോലെ തന്നെ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ മുതൽക്ക് അവിടുത്തെ ഉമ്മയാകുന്ന ആമിന എന്നവർ വരെ ഉള്ള മുഴുവൻ പിതാക്കളും മുഴുവൻ മാതാക്കളും എല്ലാ നിലക്കും പരിശുദ്ധവാന്മാരായിരുന്നു, എല്ലാ നിലക്കും മുള്ളടുകളെ തൊട്ടും വിട്ടുനിന്നവരായിരുന്നു. സമൂഹത്തിൽ എല്ലാ കാലത്തും അവർ ആദരിക്കപ്പെടുന്നവരും അവരുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവരുമായിരുന്നു. അങ്ങനെ നല്ല പരമ്പരയിലൂടെയാണ്, നല്ല കൃത്യമായ, നല്ല വിശുദ്ധിയുള്ള പരമ്പരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ ഒരു സംഭവം അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം വിശദീകരിക്കുന്ന ഒരു സംഭവം, ബഹുമാനപ്പെട്ടവർ ഹിർക്കൽ രാജാവുമായി കൊണ്ട് നടത്തിയ ഒരു സംഭാഷണം. ഒരാവശ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വിദേശ യാത്ര നടത്തുകയും അങ്ങനെ തങ്ങളുടെ നാട്ടിൽ മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ പുതിയ പ്രവാചകന്റെ നാട്ടിൽ നിന്ന് ചില കച്ചവട സംഘങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം രാജാവ് അറിയുകയും ചെയ്തപ്പോൾ ഈ പുതിയ പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും അറിയാനുള്ള വഴി, ഏറ്റവും നല്ല മാർഗം അവരുടെ നാട്ടുകാരോട് ആലോചിക്കലാണ്, അന്വേഷിക്കലാണ് എന്ന് രാജാവ് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അവിശ്വാസിയായിരുന്ന പിന്നീട് മുസ്ലിമായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ഹിർക്കൽ രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അങ്ങനെ ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് അന്വേഷിക്കുകയും ചെയ്ത ചില സംഭവങ്ങൾ, അതും അല്പം ദീർഘമായൊരു ഹദീസാണത്. അതിൽ
ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നു ഹിർക്കൽ രാജാവ്, കൈഫ നസബുഹു ഫീക്കും, ആ പുതിയ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ ഏത് തറവാട്ടുകാരനാണ്, നിങ്ങൾക്കിടയിൽ ഏത് തറവാട്ടിലാണ്, അവരുടെ തറവാടിന്റെ അവസ്ഥ എന്താണ്, അവരുടെ തറവാടിനെ കുറിച്ച് ഏത് രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത്? ഖുൽതു, ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പറഞ്ഞു, ഹുവ ഫീന ദൂ നസബിൻ, ഞങ്ങൾക്കിടയിൽ നല്ല തറവാട്ടിലാണ്, ഞങ്ങൾക്കിടയിൽ നല്ല തറവാട്ടിലാണ് ഈ പുതിയ പ്രവാചകനായി വാദിക്കുന്ന, പുതിയ റസൂലായി വാദിക്കുന്ന ആ മുഹമ്മദ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതിനെല്ലാം തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കൃത്യമായി മറുപടിയും പറഞ്ഞു. അന്ന് അബൂ സുഫിയാൻ അമുസ്ലിമാണ്, അത് അല്പം ദീർഘമായ ഒരു സംഭവമാണത്. ഇങ്ങനെ അബൂ സുഫിയാന്റെ വിശദീകരണങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, ഫകദാലിക റുസുലു തുബ്അസു ഫീ നസബി ഖൗമിഹാ, അതെ, അല്ലാഹുവിന്റെ മുഴുവൻ പ്രവാചകൻ ഇത് തന്നെയാണ്. ഏറ്റവും നല്ല തറവാട്ടിലായിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. മുഴുവൻ പ്രവാചകന്മാരും ഇതേ രൂപത്തിൽ തന്നെ ഏറ്റവും നല്ല തറവാട്ടിലായിക്കൊണ്ട്, സമൂഹത്തിൽ യാതൊരു വീക്ക്നെസ്സും ചൂണ്ടിക്കാണിക്കപ്പെടാത്ത, ഒരു പോരായ്മയും ചൂണ്ടിക്കാണിക്കാൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന തറവാട്ടിലാണ് സർവ്വപ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഇപ്പൊ കദാലിക റസൂലു തുബ്അസു ഫീ നസബി ഖൗമിഹ, ഏറ്റവും നല്ല തറവാട്ടിലായിക്കൊണ്ടാണ് പ്രവാചകന്മാർ വരിക എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാൻ റളിയല്ലാഹുവിനോട് മറുപടി പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത് തന്നെയാണ് മൗലിദിലും പറയുന്നത്, വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി താഹിറ, എന്റെ പിതാക്കൾ അതുപോലെ തന്നെ എന്റെ മാതാക്കൾ അവരെല്ലാം തന്നെ പരിശുദ്ധവാന്മാരായിരുന്നു, യാതൊരു വൃത്തികേടുകളുമായി കൊണ്ടും ബന്ധപ്പെടാത്തവരായിരുന്നു. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, അന്നൊരു ദീനില്ല, അന്ന് നിയമങ്ങളില്ല, അന്നൊരു മുർഷിദായിക്കൊണ്ടോ മുറബിയായിക്കൊണ്ടോ ആരുമില്ല. അങ്ങനെയുള്ള സമയങ്ങളിലും സമൂഹത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ, നികൃഷ്ട പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടാതെ പരിപൂർണമായും വിശുദ്ധിയും ചാരിത്രവും സംരക്ഷിച്ചിരുന്ന ആളുകളാണ് എന്റെ മാതാപിതാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു മർദവൈഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ലൈസ ഫീ ആബാഇ മിൻ ലദുൻ ആദമ സിഫാഹൻ, ലൈസ ഫീ ആബാഇ, എന്റെ പിതാക്കന്മാരിലില്ല, മിൻ ലദുൻ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം മുതൽക്ക് എന്റെ പിതാക്കന്മാരെ സിഫാഹുൻ, ഒരാളും അവിഹിത ബന്ധം പുലർത്തുന്നവർ, നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, വ്യഭിചരിക്കുന്നവർ, അങ്ങനെയുള്ള സമൂഹത്തിൽ മോശമായി കണ്ട് കാണുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളും തന്നെ എന്റെ പിതാക്കന്മാരിലില്ല. ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവും ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവും റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്, ഖറജതു മിൻ ലദുൻ ആദം അലൈഹിസ്സലാം, നബി തങ്ങൾ പറയുന്നു, ഞാൻ ആദം അലൈഹിസ്സലാമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, മിൻ നിക്കാഹിൻ, നിക്കാഹിലൂടെയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്, മിൻ ഗൈരി സിഫാഹിൻ, ഞാൻ ഒരിക്കലും അവിഹിത വേഴ്ചയിലൂടെ ഗർഭം ധരിക്കപ്പെട്ടവനല്ല, ഞാൻ അവിഹിത ബന്ധത്തിലൂടെ ഗർഭം ധരിക്കപ്പെട്ടവനല്ല, ഞാൻ ജനിക്കാൻ കാരണമായ ബീജം ഒരിക്കലും ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന്, ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വ്യഭിചാരത്തിലൂടെ കൈമാറപ്പെട്ടിട്ടില്ല. ഞാൻ ജനിക്കാൻ കാരണമായ ബീജം ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന്, എന്റെ നൂറിനെ വഹിക്കുന്ന ബീജം ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു ഉമ്മയുടെ, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്, പകർന്നത്, അത് തീർച്ചയായും അതാത് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന, അതാത് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന നിക്കാഹിലൂടെയായിരുന്നു, വിവാഹത്തിലൂടെയായിരുന്നു എന്ന. ഓരോ കാലഘട്ടങ്ങളിലും വിവാഹത്തിന്റെ സമ്പ്രദായങ്ങളും രീതികളും വ്യത്യാസമുണ്ടാകും. ഏതായിരുന്നാലും ഓരോ കാലഘട്ടങ്ങളിലും നിക്കാഹിന്റെ സമ്പ്രദായമായിക്കൊണ്ട്, വിവാഹത്തിന്റെ സമ്പ്രദായമായിക്കൊണ്ട് എന്താണോ നിലനിന്നിരുന്നത് അതേ രീതിയിൽ മാത്രമാണ് എന്റെ ഉമ്മമാരും എന്റെ ഉപ്പമാരും തമ്മിലുള്ള ബന്ധം ഉണ്ടായിട്ടുള്ളത്, ഞാൻ ജനിക്കാൻ കാരണമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അവരെല്ലാം തന്നെ, എന്റെ ഉപ്പമാരും എന്റെ ഉമ്മമാരും എല്ലാം തന്നെ ഈ നിലക്കുള്ള വിശുദ്ധി സംരക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള വിശുദ്ധിയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുള്ള എന്നവർ മുതൽക്ക് ആദം അലൈഹിസ്സലാം വരെയുള്ള ആബാഇന്നും, ആമിന എന്നവർ മുതൽക്ക് ഹവ്വ റളിയല്ലാഹു അൻഹ വരെയുള്ള ഉമ്മമാർക്കും വിശുദ്ധിയും പരിശുദ്ധിയും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നു. അത് തന്നെയാണ് മൗലിദിലും പറയുന്നത്. ഇത് പറയുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും അതല്ലെങ്കിൽ അവിടുത്തെ ഉമ്മമാരും ഉപ്പമാരും അവർ വിശ്വാസികളായിരുന്നോ എന്ന്. അവർ വിശ്വാസികളായിരുന്നു. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാസം വരലോടുകൂടി നമ്മുടെ നാട്ടിലുള്ള വഹാബികളും മൗദൂദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സുന്നികളായ ആളുകൾ പ്രകീർത്തിച്ചുകൊണ്ട്
നബിതങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നബിതങ്ങളുടെ ആ മഹിതമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് അവിടുത്തെ മുഅ്ജിസത്തുകളും അതുപോലെ തന്നെ മറ്റു ചരിത്രങ്ങളുമെല്ലാം അനുസ്മരിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ വഹാബികൾ ചെയ്യാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, സാധാരണ മനുഷ്യരാണ്, മാത്രമല്ല അവിടുത്തെ ഉമ്മയും ഉപ്പയും കാഫിറാണ്, അവരൊക്കെ നരകത്തിലാണ്. ഈ രൂപത്തിൽ നബിതങ്ങളെ നിരൂപിക്കുവാനും നബിതങ്ങളുടെ മഹത്വത്തിനോട് യോജിക്കാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുവാനും അത് പ്രചരിപ്പിക്കുവാനുമാണ് വഹാബികൾ പൊതുവെ താല്പര്യം കാണിക്കാറുള്ളത്. അവർക്കതിൽ എന്തോ ഒരു ആവേശം, അവർക്ക് വല്ലാത്തൊരു താല്പര്യമുള്ള ഒരു സംഗതിയായിക്കൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. നബിതങ്ങളുടെ ഉമ്മ ഉപ്പയെ കുറിച്ച് അവർ കാഫിറുകളാണെന്ന് പറയാനും അവർ നരകത്തിലാണെന്ന് പറയാനും നമ്മുടെ വഹാബികൾ ഒരു മടിയും കാണിക്കാറില്ല. കാഫിറാണ്, നബിതങ്ങളുടെ ഉപ്പ കാഫിറാണ്, അവരൊക്കെ നരകത്തിലാണ്, ഇതൊക്കെ ഒരു മടിയും കൂടാതെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അതുപോലെ തന്നെ സംഭാഷണങ്ങളുടെ എല്ലാം തന്നെ യാതൊരു ലജ്ജയുമില്ലാതെ ഒരു മനപ്രയാസവുമില്ലാതെ അവരിങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിരൂപിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഉമ്മമാരെക്കുറിച്ചും ഉപ്പമാരെക്കുറിച്ചും ഈ രൂപത്തിൽ പറയുമ്പോൾ അതുകൊണ്ട് തനിക്കെന്താണ് ഗുണം, ഇതിനെക്കുറിച്ചും വഹാബികൾ ആലോചിക്കണ്ടേ? അവിടുത്തെ ഉമ്മമാരെക്കുറിച്ചും ഉപ്പമാരെക്കുറിച്ചും ഈ രൂപത്തിൽ പറയുമ്പോൾ തനിക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട് ലഭിക്കുക, തനിക്ക് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ലഭിക്കാനുള്ളത്, ഇതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ. ആളുകളോട്, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളോട് സ്റ്റേജിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ പേജുകളിലൂടെ നബിതങ്ങളുടെ ഉമ്മ കാഫിറാണ്, നബിതങ്ങളുടെ ഉപ്പ കാഫിറാണ്, അവരൊക്കെ നരകക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ നബിതങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനും നബിതങ്ങളുടെ ആ സ്ഥാനം മനസ്സിലാക്കുവാനും ഇത് എത്രത്തോളം സഹായകമാകുന്നുണ്ട്. നബിതങ്ങളെക്കുറിച്ചുള്ള മതിപ്പ്, നബിതങ്ങളെക്കുറിച്ചുള്ള ആ സ്നേഹം, അവിടുത്തെ കുടുംബത്തോടുള്ള ആദരവ് കുറക്കാൻ മാത്രമല്ലേ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉപകരിക്കുക. എന്നാൽ സ്വന്തം ഉമ്മയെക്കുറിച്ചോ സ്വന്തം ഉപ്പയെക്കുറിച്ചോ ഒട്ടും ആലോചിക്കാതെ അവരൊക്കെ സ്വർഗത്തിലാണെന്ന് എന്ന് അള്ളാഹു തആല ഈ വഹാബികൾക്ക് ഉറപ്പ് കൊടുത്തത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും അവർ നിരൂപിക്കാറുള്ളത്, പറയാറുള്ളത്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഈ വിഷയത്തിൽ ധാരാളം രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും അവരുടെ അവസ്ഥ എന്താണ്, ധാരാളം രചനകൾ തന്നെ. അവിടുത്തെ ഉമ്മയും ഉപ്പയും മുഅ്മിനുകളാണ്, അവർ നജാത്തിന്റെ അഹ്ലുകാരാണ്, രക്ഷപ്പെട്ടവരാണ്, അവരൊരിക്കലും നരകക്കാരല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ധാരാളം കിതാബുകൾ തന്നെ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വ റസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. നബി തങ്ങളുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും നിരൂപിക്കുമ്പോൾ സ്വന്തം കാര്യത്തെക്കുറിച്ച് മറക്കാൻ പാടില്ല. സ്വന്തം ഉമ്മയുടെ കാര്യം, സ്വന്തം ഉപ്പയുടെ കാര്യം, സ്വന്തം മക്കളുടെ കാര്യം, സ്വന്തം ഭാര്യയുടെ കാര്യം, അവരെവിടെയായിരിക്കും, നരകത്തിലാകുമോ സ്വർഗത്തിലാകുമോ, അവർ നരകത്തിലാണെങ്കിൽ തന്നെ കൊണ്ട് എന്ത് പ്രവർത്തിക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, ഇതിനെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെ നബിതങ്ങളുടെ ഉമ്മ അങ്ങനെ, നബിതങ്ങളുടെ ഉപ്പ ഇങ്ങനെ എന്ന് പറയുന്ന വഹാബികൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് തന്റെ ഈമാനിനും തന്റെ പരലോക ജീവിതത്തിനും എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ? അള്ളാഹു തആല പറയുന്നു, ഇന്നല്ലദീന, തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾ, അവർ അള്ളാഹുവിനെയും റസൂലിനെയും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ലഅനഹുമുല്ലാഹ്, അള്ളാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും പ്രയാസപ്പെടുത്തുന്നവർ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നു, വഅഅദ്ദ ലഹും അദാബൻ മുഹീന. മാത്രമല്ല വളരെ ഭയാനകമായ നരകം, വളരെ ഭയാനകമായ ശിക്ഷ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ, സ്വന്തം ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ അതെത്രത്തോളം ഓരോരുത്തർക്കും മനപ്രയാസം ഉണ്ടാക്കുമെന്നത് ആലോചിക്കാമല്ലോ. സ്വന്തം ഉമ്മയെക്കുറിച്ച് സ്വന്തം ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ അതെത്രത്തോളമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ലേ? മാത്രമല്ല നബിതങ്ങളുടെ ഉമ്മയെക്കുറിച്ചാകുമ്പോൾ, നബിതങ്ങളുടെ ഉപ്പയെക്കുറിച്ചാകുമ്പോൾ, അവിടുത്തെ ഉപ്പാപ്പമാരെ കുറിച്ചാകുമ്പോൾ അത് നബിതങ്ങളുടെ മഹത്വത്തിനോട് എത്രത്തോളം യോജിക്കും, നബിതങ്ങളുടെ മഹത്വം, നബിതങ്ങൾ എത്രത്തോളം സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വിഷയത്തിൽ അത് വല്ല കുറവും വരുത്തുമോ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമല്ലോ. അപ്പൊ തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ നബിതങ്ങളെക്കുറിച്ചും നബിതങ്ങളുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും എല്ലാം തന്നെ അവർ കാഫിറുകളാണ്, നരകക്കാരാണ് എന്നൊക്കെ പറയുന്നവർ സ്വന്തം കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം, സ്വന്തം ഉമ്മയുടെ കാര്യം ആലോചിക്കണം, സ്വന്തം ഉപ്പയുടെ കാര്യം ചിന്തിക്കണം, സ്വന്തം അഹ്ലുകാരുടെ കാര്യം ചിന്തിക്കണം. അതിന് പുറമെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിനെ വേദനിപ്പിക്കുന്നവർ, റസൂലിനെ ബുദ്ധിമുട്ടാക്കുന്നവർ,
ലഅനഹുമുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ, അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ശപിച്ചിരിക്കുന്നു. മാത്രമല്ല അവർക്ക് ഭയാനകമായ ശിക്ഷയും അല്ലാഹു തആല കരുതി വച്ചിരിക്കുന്നു എന്ന ഈ ആയത്ത് അവർ ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധമായിക്കൊണ്ട് മഹാന്മാരായ ആളുകൾ ഒരുപാട് രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അവരുടെ കിതാബുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ഉപ്പയും അവർക്ക് നജാത്തുണ്ട്, പരലോകത്തിൽ അവർ രക്ഷപ്പെട്ടവരാകുന്നു എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വഹാബികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുവാൻ നിദാനമായിക്കൊണ്ട് കാരണമായിക്കൊണ്ട് അവർ ഹദീസ് പറയാറുണ്ട്. ഒരു ഹദീസ് പറയും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഒരു സഹാബി ഒരിക്കൽ നബി തങ്ങളുടെ അരികിൽ വന്നു. നബി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഐന അബി, അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉപ്പ എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉപ്പ എവിടെയാണെന്ന് ചോദിച്ചു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാകുന്നു, നിന്റെ പിതാവ് നരകത്തിലാകുന്നു. അങ്ങനെ ഫലമ്മാവല്ല, ആ മനുഷ്യൻ അത് കേട്ടപ്പോ സ്വാഭാവികമായും പ്രയാസമുണ്ടാകുമല്ല. ആ പ്രയാസത്തോടുകൂടി വിഷമത്തോടുകൂടി തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നബി തങ്ങൾ ആ തിരിഞ്ഞു പോകുന്ന വിഷമത്തോടുകൂടി പോകുന്ന മനുഷ്യനെ തിരിച്ചു വിളിച്ചു. കാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, നീ വേദനിക്കണ്ട, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാകുന്നു. ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. അപ്പൊ നരകത്തിൽ എന്നുള്ളത് നിന്റെ ഉപ്പാക്ക് മാത്രമുള്ളതല്ല, എന്റെ ഉപ്പയും നരകത്തിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹദീസാണ് നമ്മുടെ വഹാബികൾ പിടിച്ച് കടിച്ചു തൂങ്ങിക്കൊണ്ട് നബി തങ്ങളുടെ ഉപ്പയും ഉമ്മയും കാഫിറുകളാകുന്നു, അവർ നരകത്തിലാകുന്നു എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? ഈ ഹദീസ് സഹീഹാണോ ദഈഫാണോ? ഈ ഹദീസ് ദുർബലമായ ഹദീസല്ല, സഹീഹായ ഹദീസ് തന്നെയാണ്. പക്ഷേ ഹദീസ് സഹീഹായി എന്നതുകൊണ്ട് ഹദീസിൽ പറയപ്പെടുന്ന കാര്യം ശരിയാകണമെന്നില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഇൽമുൽ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ പറയുന്നത്. ഹദീസിന്റെ സനദ്, ഹദീസിന്റെ റാവിമാർ, ഹദീസിന്റെ റിപ്പോർട്ടർമാർ അവർ സഹീഹാകുന്നു എന്നതുകൊണ്ട് ഹദീസിൽ പറയപ്പെട്ട കാര്യം ശരിയാകണമെന്നില്ല. ഒരുപക്ഷെ ഹദീസിൽ പറയപ്പെട്ട കാര്യം മൻസൂഖാവാം, ദുർബലപ്പെടുത്തപ്പെട്ട ആശയമാകാം. ഹദീസ് പറഞ്ഞതാരാണ്? ഹദീസ് പറഞ്ഞത് അതിന്റെ സനദിലുള്ള റിപ്പോർട്ടർമാരെ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസ്തരാണ്. പക്ഷേ പറയപ്പെട്ട കാര്യമോ പിന്നീട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നസ്ഖ് ചെയ്ത കാര്യവും ദുർബലപ്പെടുത്തപ്പെട്ട കാര്യവും. അപ്പൊ ഹദീസ് മൻസൂഖാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സഹീഹായ ഹദീസ് ആകുന്നു എന്നതോടുകൂടി തന്നെ ഹദീസ് മൻസൂഖാവാം. അത് ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മസലയാണത്. ഈ നിയമമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സംബന്ധമായി ധാരാളം ചർച്ചകൾ നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നല്ലാഹ അഹ്യാ ലഹു അബാഹു വ ഉമ്മഹു വ ആമന്നാ ബിഹി വഹാദാ നാസിഖുൻ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും ഹയാത്താക്കി കൊടുത്തു. അതിനുശേഷം വ ആമന്നാ ബിഹി, ഉമ്മയും ഉപ്പയും നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഹാദാ നാസിഖുൻ, വഹാദാ നാസിഖുൻ, ഈ പറഞ്ഞ ഹദീസ് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിനെ ദുർബലപ്പെടുത്തുന്നതാകുന്നു. ഇതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന ഹദീസിനെ കുറിച്ച് ഉലമാക്കളുടെ തീരുമാനം. അല്ലാഹു തആല അവിടുത്തെ ഉമ്മയെയും ഉപ്പയെയും ഹയാത്താക്കി കൊടുക്കുകയും അവിടുത്തെ ഉമ്മയും ഉപ്പയും നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഹദീസുകളെ കൊണ്ടും ചരിത്രങ്ങളെ കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് വഹാദാ നാസിഖുൻ, ഈ സംഭവം നസ്ഖ് ചെയ്യുന്നു ആദ്യം പറഞ്ഞ ഹദീസിൽ പറയപ്പെട്ട കാര്യത്തെ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നു, ഹാദാ മിമ്മാ ഫദ്ദലഹുല്ലാഹ് വ അക്റമഹു ബിഹി വലൈസ ഇഹ്യാഉഹുമാ വ ഈമാനുഹുമാ ബിഹി യംതനിഉ അഖലൻ വലാ ശർഅ. അവിടുത്തെ ഉമ്മയെയും ഉപ്പയെയും വഫാത്തിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ളതും അവർ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതും അത് അസംഭവ്യമായ കാര്യമല്ല. മിമ്മാ ഫദ്ദലഹുല്ലാഹ്, അല്ലാഹു തആല നബി തങ്ങൾക്ക് പ്രത്യേകമായി ചെയ്തു കൊടുത്തൊരു ഔദാര്യമാണ്. വ അക്റമഹു ബിഹി, അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ചൊരു സംഗതിയാണ്. വലൈസ ഇഹ്യാഉഹുമാ വ ഈമാനുഹുമാ ബിഹി യംതനിഉ അഖലൻ വലാ ശർഅ. ബുദ്ധിപരമായോ ശർഇന്റെ വീക്ഷണപ്രകാരമോ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയമല്ല അവിടുത്തെ ഉമ്മയും ഉപ്പയും രണ്ടാമത് ഹയാത്താക്കുകയും അവർ നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു എന്ന കാര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അവരുടെ അവിടുത്തെ ഉമ്മഹാത്ത് ഇവരെല്ലാവരും തന്നെ അതാത് കാലങ്ങളിലുള്ള ഏറ്റവും പരിശുദ്ധന്മാരായ ആളുകൾ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആളുകൾ, അവിടുത്തെ പരമ്പരയിലുള്ള
പിതാക്കളുടെ പരമ്പരയിലുള്ള മാതാക്കളുടെ പരമ്പരയിലുള്ള ഓരോരുത്തരും അതാത് കാലങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും ആഖിറത്തിൽ നജാത്തിന്റെ രക്ഷയുടെ നരകശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന്റെ അർഹരായ ആളുകളായിരുന്നു എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അതിൽ സംശയമുണ്ടാക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് മാത്രമാണ്. ആ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ധാരാളം കിതാബുകൾ തന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ രചിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ചർച്ചയുടെ രത്നചുരുക്കം ഇതാണ്: ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹു തആല ജീവിപ്പിക്കുകയും അവർ നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞ ഹദീസ് മൻസൂഖാകുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനാകുന്ന ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അല ചോദിച്ചു ഒരാൾ. എന്താ മസ്അല? അൻ റജുലിൻ, ഒരാളെ കുറിച്ചാണ് ചോദ്യം. ഖാല, ആ വ്യക്തി പറയുന്നു, ഇന്ന അബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാർ, നബി തങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാകുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിയുടെ നിയമം എന്താണ്? ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അല ചോദിക്കുന്നു. നബിതങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാകുന്നു എന്ന് ഒരു വ്യക്തി പറയുന്നെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി എന്നവർ മറുപടി പറഞ്ഞു, ഫഅജാബ ബി അന്ന മൻ ഖാല, ഒരാൾ പറഞ്ഞു, ഇന്ന അബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാർ, നബി തങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാകുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഫഹുവ മൽഊനുൻ, അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഫഹുവ മൽഊനുൻ, അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. നബി തങ്ങളുടെ പിതാക്കന്മാർ അവിടുത്തെ മാതാക്കൾ നരകത്തിലാകുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഫഹുവ മൽഊനുൻ, അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ലിഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കുണ്ടായതിന് വേണ്ടി, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീന എന്ന് ആയത്തുണ്ടായതിന് വേണ്ടി അങ്ങനെ പറയുന്നവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ ഉലമാഇനിടയിൽ മറ്റൊരു വീക്ഷണവും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മമാരെക്കുറിച്ചും ഉപ്പമാരെക്കുറിച്ചുമുണ്ട്. എന്താണ് ആ വീക്ഷണം? ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ സുനൻ ഇബ്നു മാജയുടെ പല വ്യാഖ്യാനങ്ങളിലും ഈ സംഭവം പറയുന്നുണ്ട്. വല്ലദീ യുഖ്തഉ ബിഹി, ഉറപ്പിക്കപ്പെടേണ്ടുന്ന ഒരു ആശയം, അന്നഹുമാ ഫിൽ ജന്ന, തീർച്ചയായും നബി തങ്ങളുടെ മാതാക്കളും പിതാക്കളും സ്വർഗത്തിലാകുന്നു. വമിൻ അഖ്വൽ ഹുജജി അലാ ദാലിക, അതിന് പറയാവുന്ന ഏറ്റവും നല്ല തെളിവ്, അന്നഹുമാ മിൻ അഹ്ലിൽ ഫതറ, അവർ ഫതറത്തിന്റെ അഹ്ലുകാരാണ്. ഒരു പ്രവാചകന്റെ പ്രബോധനവും ഒരു ശരീഅത്തും നിലനിൽക്കാത്ത കാലത്താണ് അവരെല്ലാം വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഫതറത്തിന്റെ അഹ്ലുകാർ എന്ന് പറയും. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ, ബഹുമാനപ്പെട്ട നബി തങ്ങളെ ഗർഭം ചുമന്ന സന്ദർഭത്തിൽ തന്നെ അവിടുത്തെ ഉപ്പ വഫാത്തായിട്ടുണ്ട്. ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ, നബി തങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ഉമ്മയും വഫാത്തായി. പിന്നീട് 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത്. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കലോട് കൂടിയാണല്ലോ അറബ് രാജ്യത്ത് മക്കയിലും മദീനയിലും ഇസ്ലാം ദീൻ വരുന്നത്. അതിനു മുമ്പ് മക്കയിലോ മദീനയിലോ ഒരു ദീൻ നിലനിൽക്കുന്നില്ല. അപ്പോ ദീൻ നിലനിൽക്കാത്തൊരു കാലം. മാത്രമല്ല, അതിനു മുമ്പ് നബി തങ്ങളുടെ മുമ്പ് പ്രവാചകനായിക്കൊണ്ട് അറബികളിലേക്ക് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം മാത്രമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബിയും ഈസാ അലൈഹിസ്സലാം എല്ലാം തന്നെ പ്രത്യേകമായി ഇസ്രായേലി സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. അവരുടെ ദഅവത്ത് അറബികളിലേക്കില്ല, ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമുള്ള പ്രവാചകനാണ്. അപ്പൊ അറബികളിലേക്ക് പ്രവാചകനായിക്കൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ളത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ആ പിതൃപരമ്പരയും മാതൃപരമ്പരയും പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾ ഒരു പ്രവാചകന്റെ ദഅവത്ത് നിലനിൽക്കാത്ത കാലത്ത്, ഒരു ദീൻ നിലനിൽക്കാത്ത കാലത്ത് കഴിഞ്ഞു പോയവരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ പറഞ്ഞയക്കുകയും ആ റസൂലിന്റെ പ്രബോധനം എത്തുകയും ആ പ്രബോധനത്തെ തിരസ്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ശിക്ഷയുണ്ടാവുക. ഒരു റസൂലിനെ അയക്കപ്പെടാത്ത സമൂഹം, റസൂലിനെ അയക്കപ്പെട്ടു റസൂലിന്റെ പ്രബോധനം എത്താത്ത സമൂഹം, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ആ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഫത്രത്തിന്റെ അഹ്ലുകാർ സ്വർഗത്തിലാകുന്നു എന്ന് ഉലമാക്കൾ പറയുന്നു. അപ്പൊ നമ്മുടെ ഉലമാക്കൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബായിനെ കുറിച്ച് ഉമ്മഹാത്തിനെ കുറിച്ച് രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, അവരെല്ലാം തന്നെ മുഅ്മിനീങ്ങളാകുന്നു, അല്ലാഹു തആല ജീവിപ്പിച്ചതിന് ശേഷം നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും അവരെ വഫാത്താക്കുകയും ചെയ്തു. ഇതാണ് ഒരു വീക്ഷണം. മറ്റൊരു വീക്ഷണമുള്ളത്,
അവരെല്ലാവരും ഫത്രത്തിന്റെ അഹ്ലുകാരായതുകൊണ്ട് അവരൊരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്ന് മാത്രമല്ല, വല്ലദി യുഖ്തഉ ബിഹി അന്നഹുമാ ഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ തന്നെയാകുന്നു, സ്വർഗത്തിൽ തന്നെ. എന്തിനധികം പ്രസിദ്ധ സലഫി വീക്ഷണക്കാരനാകുന്ന വഹാബി ചിന്താഗതിക്കാരനാകുന്ന അബൂദാവൂദ്, പ്രസിദ്ധ ഹദീസ് കിതാബാകുന്ന സുനൻ അബീദാവൂദിന്റെ ഹാഷിയ ഔലുൽ മഅബൂദിന്റെ രചയിതാവ് ഒരിക്കലും സുന്നിയല്ല, അദ്ദേഹം ഒരു സലഫി വീക്ഷണക്കാരനാണ്. ഈ സലഫി വീക്ഷണക്കാരനാകുന്ന ഔലുൽ മഅബൂദ്കാരൻ പോലും പറയുന്നു അത്തവഖുഫു ഫീ ഹാദൽ ബാബി ഹുവൽ അസ്ലമു വഹുവ കലാമുൻ ഹസൻ. അത്തവഖുഫു ഫീ ഹാദൽ ബാബി, നമ്മുടെ വഹാബികൾ കാണിക്കുന്നത് പോലെ ഒരാളും തന്നെ നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാകുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഉത്തരേന്ത്യൻ വഹാബിയായിരുന്ന ഔലുൽ മഅബൂദിന്റെ രചയിതാവ് പോലും പറയുന്നത് അത്തവഖുഫു ഫീ ഹാദൽ ബാബി ഹുവൽ അസ്ലമു വഹുവ കലാമുൻ ഹസൻ. ഈ വിഷയത്തിൽ ഒന്നും മുണ്ടാതിരിക്കലാണ് നല്ലത്, ഒന്നും സംസാരിക്കാതിരിക്കലാണ് നല്ലത്. മാത്രമല്ല റൂഹുൽ മആനിയുടെ രചയിതാവിനെ കുറിച്ച് പറഞ്ഞാലും ഔലുൽ മഅബൂദിനെ പോലെ തന്നെയാണ്, അദ്ദേഹം ഒരു സുന്നിയല്ല. ആ റൂഹുൽ മആനിയുടെ രചയിതാവ് ആലൂസി പോലും പറയുന്നു വൽ ഖൗലു ബി അന്ന ദാലിക ഖൗലു ശിഅതി നാശിൻ മിൻ ഖില്ലത്തി തതബ്ബുഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാവും ഉമ്മഹാത്തും അവർ മുഴുവനും സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്, വിശ്വാസികളാകുന്നു എന്നുള്ള വിശ്വാസം ഷിയാ വിശ്വാസമാകുന്നു എന്ന് പലരും പറയാറുണ്ട്. നബി തങ്ങളുടെ ആബാവും ഉമ്മഹാത്തും അവരൊക്കെ മുഅ്മിനീങ്ങളും സ്വർഗത്തിന്റെ അഹ്ലുകാരുമാകുന്നു എന്ന വിശ്വാസം ഷിയാ വിശ്വാസമാകുന്നു എന്ന് പലരും പറയാറുണ്ട്. ഈ സംഗതി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു വൽ ഖൗലു ബി അന്ന ദാലിക ഖൗലു ഷിആ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ് എന്ന് പറയുന്നത് നാശിൻ മിൻ ഖില്ലത്തി തതബ്ബുഇ, ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും പരിശോധിക്കാത്തത് കൊണ്ട് സംഭവിച്ച അബദ്ധമാണ്. ഇത് ഷിയാക്കളുടെ മാത്രം അഭിപ്രായമൊന്നുമല്ല. വഹഖുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ ബാധ്യത അയ്യുംസിക ലിസാനഹു, അവന്റെ നാവിനെ അവൻ കാക്കണം, അമ്മാ യുഹില്ലു ബിശറഫി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിനോട് യോജിക്കാത്ത ഒരു കാര്യവും നബി തങ്ങളെക്കുറിച്ചോ അവിടുത്തെ കുടുംബത്തെക്കുറിച്ചോ പറയാൻ പാടില്ല. ഈ വിഷയത്തിൽ ഒരു മുഅ്മിൻ അവന്റെ നാവിനെ കാക്കേണ്ടതുണ്ട് എന്ന് റൂഹുൽ ബയാൻ പോലെയുള്ള സലഫി ചിന്താഗതിക്കാരനാകുന്ന ആലൂസിയുടെ റൂഹുൽ മആനി പോലെയുള്ള കിതാബുകളെല്ലാം തന്നെ പറയുന്നു. അവ മൗലിദിൽ പറയപ്പെട്ട എന്റെ നൂറാണ് ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത്, ആ നൂറ് ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പടച്ചിരുന്നു. ആ നൂറ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ആ നൂറിന്റെ തസ്ബീഹിനോട് അനുകരിച്ചുകൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നീട് ആദം നബി അലൈഹിസ്സലാമിലൂടെ മറ്റ് പ്രവാചകന്മാരിലൂടെ മറ്റ് പിതാക്കന്മാരിലൂടെ എന്റെ നൂറ്, ഞാൻ ജനിക്കാൻ കാരണമായ ബീജം എന്റെ ഉമ്മയിലേക്കും ഉപ്പയിലേക്കും എത്തി. ഒരിക്കലും എന്റെ ഉമ്മമാരോ ഉപ്പമാരോ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടവരായിരുന്നില്ല. ഞാൻ ജനിക്കാൻ കാരണമാകുന്ന ആ നുതുഫത്ത്, ആ ബീജം ഉപ്പയിൽ നിന്ന് ഉമ്മയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് തീർത്തും വിശുദ്ധമായ രീതിയിൽ മാത്രമാണ്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ മാത്രമാണ്. അവരെല്ലാവരും തന്നെ അതാത് കാലങ്ങളിൽ നിലനിന്നിരുന്ന നിക്കാഹിന്റെ വിവാഹ സമ്പ്രദായ രീതിയിലൂടെ മാത്രം വിവാഹിതരായവരാണ്. അതല്ലാതെ സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതാണ് മൗലിദിൽ പറയുന്നത്. ഈ പറയപ്പെടുന്ന കാര്യം ചരിത്രത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തീർത്തും സത്യമാകുന്നു. ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സത്യത്തെ സത്യമായി കൊണ്ട് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.